Hello students, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 13th lecture on environmental studies. This lecture is based on industry and environment, which is the third module in the subject environmental studies for semester 1 students of BCom. In previous lecture, we were discussing about noise pollution, and in this lecture, we are going to continue with the same topic, that is noise pollution. നമ്മൾ നമ്മുടെ 12th ലെക്ചറിൽ നോയ്സ് പൊല്യൂഷൻ്റെ മീനിങ്, ഡെഫിനിഷൻ, സോഴ്സസ് ആൻഡ് ഇഫക്ട്സ് ഓൺ ഫിസിക്കൽ ഹെൽത്ത് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇൻ ദിസ് ലെക്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇഫക്ട്സ് ഓഫ് നോയ്സിൻ്റെ ബാലൻസ് പോർഷൻ മുതലാണ്. ഇഫക്ട്സ് ഓഫ് നോയ്സ് പൊല്യൂഷൻ ഓൺ മെൻ്റൽ ഹെൽത്ത്. What are the effects of noise pollution on mental health? Emotional or psychological effects such as irritability, anxiety and stress. So noise pollutionൻ്റെ ഫസ്റ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ ഇഫക്ട്സ് ആണ്. ആൻഡ് അതിന് എക്സാമ്പിൾസ് ആണ് ഇറിറ്റബിലിറ്റി, ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് മെൻ്റൽ ഫാറ്റിഗ്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കഴിയില്ല. ആൻഡ് ദെൻ മെൻ്റൽ ഫാറ്റിഗു, അതായത് മാനസികമായിട്ടൊരു ക്ഷീണം അനുഭവപ്പെടും. ദാറ്റ് മീൻസ് നമ്മുടെ സ്ട്രെസ് ലെവൽ ഹൈ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു മെൻ്റൽ ഫാറ്റിഗു. എ നോയ്സ് ഇൻ്റർഫിയേഴ്സ് വിത്ത് നോർമൽ ഓഡിറ്ററി കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് മേ മാസ്ക് ഓഡിറ്ററി വാർണിംഗ് സിഗ്നൽസ് ആൻഡ് ഹെൻസ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ആക്സിഡൻറ്റ്സ് എസ്പെഷ്യലി ഇൻ ഇൻഡസ്ട്രീസ്. അതായത് നമ്മുടെ നോർമൽ ഓഡിറ്ററി കമ്മ്യൂണിക്കേഷനുമായിട്ട് ഈ നോയ്സ് അത് ഇൻ്റർഫിയർ ചെയ്യുന്നു. നമ്മുടെ നോർമൽ ഓഡിറ്ററി കമ്മ്യൂണിക്കേഷനെ നോയ്സ് തടസ്സപ്പെടുത്തുന്നു. ആൻഡ് അതുപോലെ തന്നെ ഓഡിറ്ററി വാർണിംഗ് സിഗ്നൽസിനെ മാസ്ക് ചെയ്യുന്നു, നമ്മളിലേക്ക് എത്തില്ല ആ ഓഡിറ്ററി വാർണിംഗ് സിഗ്നൽസ്. അതുവഴി ഇൻഡസ്ട്രീസിൽ, എസ്പെഷ്യലി ഇൻഡസ്ട്രീസിൽ ആക്സിഡൻസിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു ലോവേർഡ് വർക്കർ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഹയർ ആക്സിഡൻറ്റ് റേറ്റ്സ് ഓൺ ദി ജോബ്. അപ്പോൾ ജോബ് ചെയ്യുന്നിടത്ത്, അവരുടെ വർക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നയിടത്ത് ഹയർ ആക്സിഡൻറ്റ് റേറ്റ്സിനും അതുപോലെ വർക്കർ എഫിഷ്യൻസി കുറയുന്നതിനും പ്രൊഡക്ടിവിറ്റി കുറയുന്നതിനും നോയ്സ് പൊല്യൂഷൻ കാരണമാകുന്നു. ദെൻ വാട്ട് ആർ ദ കൺട്രോൾ മെഷേഴ്സ് ഫോർ നോയ്സ് പൊല്യൂഷൻ? നോയ്സ് കൺട്രോൾ ടെക്നിക്സ്. ദർ ആർ 4 ഫണ്ടമെൻ്റൽ വേയ്സ് ഇൻ വിച്ച് നോയ്സ് ക്യാൻ ബി കൺട്രോൾഡ്. നോയ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് 4 ഫണ്ടമെൻ്റൽ വേയ്സ് ഉണ്ട്. ദേ ആർ: ഫസ്റ്റ് വൺ ഇസ് റെഡ്യൂസ് നോയ്സ് അറ്റ് ദ സോഴ്സ്. സെക്കൻഡ് വൺ ഇസ് ബ്ലോക്ക് ദ പാത്ത് ഓഫ് നോയ്സ്. Third one is increase the path length, and fourth one is protect the recipient. Best control method is to reduce noise levels at the source. നമ്മളുടെ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ വേ ആയ നോയ്സ് പൊല്യൂഷൻ കൺട്രോളിനുള്ള ഫസ്റ്റ് ഫണ്ടമെൻ്റൽ വേ ആയ റെഡ്യൂസ് നോയ്സ് അറ്റ് ദ സോഴ്സ് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രോൾ മെത്തേഡ് ടു റെഡ്യൂസ് നോയ്സ് ലെവൽസ്. Source reduction can be done by effectively muffling vehicles and machinery to reduce the noise. Source reduction വഴി നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് വെഹിക്കിൾസ് ആൻഡ് മെഷീനറി ഇവയെ മഫിൾ ചെയ്യുക, കവർ ചെയ്യുക, ഇഫക്റ്റീവ്ലി കവർ ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഇൻ ഇൻഡസ്ട്രീസ് നോയ്സ് റിഡക്ഷൻ ക്യാൻ ബി ഡൺ ബൈ യൂസിങ് റിജിഡ് സീൽഡ് എൻക്ലോഷേഴ്സ് അറൌണ്ട് മെഷീനറി ലൈൻഡ് വിത്ത് അക്കൗസ്റ്റിക് അബ്സോർബിംഗ് മെറ്റീരിയൽ. ഇൻഡസ്ട്രീസിലെ നോയ്സ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അക്കൗസ്റ്റിക് അബ്സോർബിംഗ് മെറ്റീരിയലോട് കൂടി, അതായത് സൗണ്ട് അബ്സോർബ് ചെയ്യുവാൻ കഴിയുന്ന മെറ്റീരിയലോട് കൂടി എറൗണ്ട് മെഷീനറി ലൈനിൽ ഈ പറഞ്ഞ മെറ്റീരിയലോട് കൂടി റിജിഡ് സീൽഡ് എൻക്ലോഷേഴ്സ് ഉപയോഗപ്പെടുത്തുന്നു. അതായത് റിജിഡ് സീൽഡ് ആയിട്ടുള്ള ഒരു ചുറ്റുപാട് അവിടെ ഉപയോഗപ്പെടുത്തിയാണ് ഇൻഡസ്ട്രീസിൽ നോയ്സ് റിഡക്ഷൻ ചെയ്യുന്നത്. Isolating machines and their enclosures from the floor using special spring mounts or absorbent mounts and pads and using flexible couplings for interior pipelines also contribute to reducing noise pollution at the source. അതായത് മെഷീൻസിനെയും അതിൻ്റെ ചുറ്റുപാടുകളെയും ഫ്രം ദ ഫ്ലോറിൽ നിന്നും ഒരു ഭാഗത്തേക്ക്, ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് ഒതുക്കി നിർത്തി അതിനെ ഒരു സ്പ്രിംഗ് മൗണ്ട്സോ അബ്സോർബൻറ്റ് മൗണ്ട്സോ പാഡ്സോ ഫ്ലെക്സിബിൾ കപ്ലിങ്സ് ഓഫ് ഇൻറ്റീരിയർ പൈപ്പ് ലൈൻസോ ഒക്കെ യൂസ് ചെയ്ത് മെഷീനറിയെയും അതിൻ്റെ എൻക്ലോഷേഴ്സിനെയും ഐസൊലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഐസൊലേഷനായിട്ട് ഒന്നുകിൽ സ്പ്രിംഗ് ഹാങ്ങിങ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ അബ്സോർബിംഗ് കപ്പാസിറ്റി ഉള്ള അബ്സോർബൻറ്റ് മൗണ്ട്സും പാഡ്സും യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻറ്റീരിയർ പൈപ്പ് ലൈൻസിൻ്റെ ഫ്ലെക്സിബിൾ കപ്ലിങ്സ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അറ്റ് സോഴ്സ് നോയ്സ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന്. ഇഫ് ദ നോയ്സ് ഇസ് നോട്ട് കൺട്രോൾഡ് അറ്റ് സോഴ്സ്, ഇനി അറ്റ് സോഴ്സ് ഈ നോയ്സ് കൺട്രോൾ ചെയ്യുവാൻ പറ്റിയില്ല എങ്കിൽ ദ സ്റ്റെപ്പ് ഈസ് ടു ട്രൈ ടു പ്രിവെൻറ്റ് ഇറ്റ്സ് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നോയ്സിൻ്റെ ട്രാൻസ്മിഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നതാണ്. ഇഫ് ദ നോയ്സ് ഇസ് നോട്ട് കൺട്രോൾഡ് അറ്റ് ഡിസൈഡ് ലെവൽസ്, ദ ഓൺലി ഓൾട്ടർനേറ്റീവ്
ഈസ് ടു പ്രൊവൈഡ് ഇയർ പ്ലഗ്സ് ഓർ ഇയർ മഫ്സ് അറ്റ് നോയ്സി പ്ലേസസ്. ഇൻ കേസ് ഈ പറഞ്ഞ ഡിസൈഡ് ലെവൽസിൽ നോയ്സ് കൺട്രോൾ ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ നോയ്സി പ്ലേസസിൽ റെസിപ്പിയൻസിന് ഇയർ പ്ലഗ്സോ ഇയർ മഫ്സോ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് നോയ്സ് പൊല്യൂഷൻ. താങ്ക് യു.